പ്രിയ സുഹൃത്തുക്കളെ, വിവാഹമെന്ന പരിപാവനമായ കൂദാശ കാലത്തിനനുസരിച്ച് വളരെയധികം വ്യത്യാസം വന്നിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു ക്രിസ്ത്യൻ മോഡേൺ വെഡ്ഡിംഗ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. നിങ്ങളേവരെയും ലൂട്ടൻ മിഷൻ അവതരിപ്പിക്കുന്ന ഈ ലഘുനാടകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ മോന്റെ കല്യാണം അങ്ങ് എത്തി. എന്റെ ഫിലിപ്പച്ചായ, നിങ്ങളിവിടെ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുവാണോ? ഞാൻ അച്ഛൻ്റെ നമ്പർ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. നാളെ അച്ഛൻ വന്ന് രാവിലെ അവരെ പള്ളിയിലേക്ക് പ്രാർത്ഥിച്ച് ഇറക്കേണ്ടതല്ലയോ? അതെ അച്ചായ, ഞാൻ ഒരാഴ്ചയായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് ഈ കല്യാണം ഒന്ന് ഒത്തു വന്നത്. ഞാൻ എന്നും കൊന്തയും ചെല്ലുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട്. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കും. കർത്താവേ, അവരെ കാത്തോണേ. നീ വാടി, നമുക്ക് പള്ളിയിലേക്ക് പോയിട്ട് വരാം. നീ എവിടെയായിരുന്നടി? 10 മണിക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 12 മണി ആയല്ലോ. സോറിടാ, ഞാൻ ഉറങ്ങിപ്പോയി. ഇന്നലെ ഒരു ലേറ്റ് നൈറ്റ് പാർട്ടി ഉണ്ടായിരുന്നു. എത്തിയപ്പോൾ 1 o'clock ആയി. പോരാത്തതിന് ഇന്നലെ അടിച്ചെന്റെ കിക്ക് ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല. ഓഹോ, ഇതെത്രയാ? ഇത് 4 അല്ലേ? ഓ മൈ ഗോഡ്, നീ നാളെ കല്യാണത്തിന് എത്തുമോടെ? Oh yeah, silly boy. We have one last bachelor party tonight. We ordered a new cocktail for our party. We are gonna celebrate tonight. And I need to wake up early tomorrow as well. Because beautician is going to be there at 6. എന്തായി അവിടുത്തെ കാര്യങ്ങൾ? ഓ, എനിക്കിനി 2 കേസ് ബിയർ കൂടി ഓർഡർ കൊടുക്കണം. എൻ്റെ കുറേ കോളേജ് ഫ്രണ്ട്സ് ഇന്ന് സ്റ്റേ ഓവർ ആണ്. പിന്നെ കുഴിമന്തി, പോർക്ക് റോസ്റ്റ്, ഗ്രിൽ എല്ലാം സെറ്റാണ് ഇവിടെ. അപ്പൊ ഓക്കേടാ, നാളെ കാണാം. ഹലോ ഹലോ, ആടാ, നിങ്ങൾ എത്തിയോ? ഞാൻ ദാ ഇറങ്ങി. ഈ പ്രാവശ്യം പള്ളിപ്പെരുന്നാൾ നേരത്തെയാണോ? അത് പള്ളിപ്പെരുന്നാൾ അല്ലടി, അപ്പുറത്തെ ടോണി മോനെ കല്യാണത്തിന് എഴുന്നള്ളിക്കുന്നതാ. എന്റെ കർത്താവേ, കാലം പോയ പോക്കേ. എന്നാ പിന്നെ ഇവന്മാർക്കൊരു വെടിക്കെട്ടുടാക്കായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ടോണിയുടെയും സാരയുടെയും വിവാഹത്തിന് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി മണവാളൻ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के मुझको को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के all the रजनी fans don't miss the chance all the rajni fans don't miss the chance lungi dance 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 lungi dance. എൻ്റെ ദൈവമേ, എന്തോ നാടാ ഇത്? ഈ കൂത്ത് കാണിക്കാനാണോ നീ ഇന്നലെ മേടയിൽ വന്ന മണവാളനെ മണവാട്ടിയെ സെപ്പറേറ്റ് പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പറഞ്ഞത്? എന്തൊരു നാറ്റം! ഏതോ മാട്ട സാധനം അടിച്ചിച്ച് കുളിക്കാതെ നനയ്ക്കാതെ വന്നേക്കോ കല്യാണം കഴിക്കാൻ. ഇങ്ങോട്ട് കയറി നിൽക്കടാ. അടുത്തതായി മണവാട്ടി പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവേ, ഇവളിനി എന്തോന്നാണോ കാണിച്ചു വെച്ചേക്കുന്നത്? రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి
కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి തമ്പുരാനെ, എന്തൊരു പരീക്ഷണം! ഇതിൽ നിന്ന് മണവാട്ടിയെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? നീ ആരാടി? ഞങ്ങള് ഫ്ലവർ ഗ്ലാൻസ് ആണോ? നീ ഇങ്ങോട്ട് മാറിയേക്ക്. ഇനി നീ ആരാടി? ഐ എം ദ ബ്യൂട്ടീഷ്യൻ. ആ ബ്യൂട്ടീഷ്യൻ അങ്ങോട്ട് നീങ്ങി നിൽക്ക്. മണവാട്ടി മുന്നോട്ട് കയറി നിൽക്കൂ. കുഞ്ഞാടുകളെ, നമ്മൾ വിവാഹമെന്ന കൂദാശയിലേക്ക് കടക്കുവാണ്. വിവാഹമെന്നാൽ രണ്ട് വ്യക്തികൾ അൺകണ്ടീഷണലായി ഒന്നായി ചേരുന്ന അവസരമാണ്. ദൈവമാണ് നിങ്ങൾ ഇരുവരെയും കൂട്ടിച്ചേർത്തത്. മണവാളൻ എന്നാൽ മണവാട്ടി വളരെ വിധേയത്തോടും സ്നേഹത്തോടും കൂടി മണവാളനോട് പെരുമാറണം. സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക് എന്ന് നമ്മുടെ പാരമ്പര്യം നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. ഒരു സ്ത്രീ എന്നാൽ കൂടുതൽ സഹനശക്തിയുള്ളവളും കുടുംബത്തിന്റെ കുറവുകൾ കണ്ട് അവിടെ ഇടപെടുകയും സദാ ജാഗരൂകയായി വിധേയത്തോടുകൂടി പെരുമാറുന്നവളുമാകണം. ഈ അവസരത്തിൽ ഞാൻ ടോണിയോടും സേറയോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് ക്വാളിറ്റീസ് അട്രാക്റ്റഡ് യു ടു ഈച്ച് അതർ? Father, you know, she's very modern, not like traditional അമ്മച്ചി type. No restrictions at all. അവളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു വൈബ് തന്നെ ഉണ്ട് അച്ചോ. We both have same taste. Oh, really? Yes, Father. We both love KFC, McD, Pep's Piri Piri. We both like chilling with friends. And we love doing lots of reels. After marriage, we can do it together. What about you, Sarah? അച്ചു ഈവൻ വളരെ ഫ്രീ മൈൻഡഡ് ആണ്. We never had any arguments. Is it? Yes, Achu. Whatever I say, he agrees with me. And he's very flexible. No preferences at all. And obviously, he's a rich freakin. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ മിന്നുകെട്ടിലേക്ക് കിടക്കാം. നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുക. എന്താ? എന്ത് പറ്റി? എന്താ ഇവിടെ നടക്കുന്നത്? എന്ത് പറ്റി? അച്ചോ, ആ മിന്നു കെട്ടുന്ന സീൻ ഈ പൊട്ടൻ എടുത്തത് ലെൻസിന്റെ ക്യാപ്പ് മാറ്റാതെയാ. നമുക്ക് ആ മിന്നു കെട്ടുന്ന സീൻ ഒന്നും കൂടെ എടുത്താലോ? കർത്താവേ, നീ എനിക്കിതെല്ലാം ക്ഷമിക്കാനുള്ള ശക്തി തരണേ. ഓക്കെ ഓക്കെ ഓക്കെ, എവരിബഡി ഓക്കെ, ക്യാമറ ഓക്കെ, റിപ്പീറ്റ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തമ്പുരാനെ, നീ ചാട്ടവാറെടുത്തടിച്ച് ഇതിന് ഒരു കുറ്റവും പറയാനില്ല. ഈ ജാതി കൂട്ടങ്ങളല്ലേ നീ മേയിച്ചത്. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻകുറിയണിയുന്നു. നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഒരു ചായക്ക് വേണ്ടി എത്ര നേരമായി ഞാൻ കാത്തിരിക്കുക. നിനക്കറിയില്ലേ എനിക്ക് ബെഡ് ടീ മസ്റ്റ് ആണെന്ന്? ആ ബെസ്റ്റ്. അതിന് എനിക്ക് എവിടെ നിന്ന് ചായ ഇടാൻ അറിയുന്നത്? എന്ത്? ചായ ഇടാൻ അറിയില്ലെന്നോ? What the hell you are talking about? Tony, don't raise your voice. Cool down. I can order Costa. കോസ്റ്റ 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 എന്നും ഈ കോസ്റ്റ മാത്രമേ ഉള്ളൂ. എന്താ പ്രശ്നം? കോസ്റ്റ, മെക്ടി ബ്രേക്ക്ഫാസ്റ്റ്, മെക്ടി ലഞ്ച്, KFC, പെരി പെരി ഡിന്നർ. എന്റെ ദൈവമേ, ഇവളിത് എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. Tony, you have changed a lot overnight.
Until yesterday, whenever we met, we have been eating all these things together. You never complained anything. നീ ഉദ്ദേശിക്കുന്ന പോലെ അതിരാവിലെ എഴുന്നേറ്റ് ദോശ ചുട്ട് ചട്നി, പുറ്റ്, കടല, പയറ്, പരിപ്പ്, അവിയൽ, സാമ്പാറോ, തോരൻ, കാളൻ ഇതൊന്നും ഉണ്ടാക്കി തരാനൊന്നും എനിക്ക് പറ്റില്ല. I'm not your servant. I'm a working woman. I'm sorry. ഇതൊന്നും നീ കല്യാണത്തിന് മുമ്പ് പറഞ്ഞില്ലല്ലോ. അതിന് നീ ഇതൊക്കെ എപ്പോഴാ എന്നോട് ചോദിച്ചിട്ടുള്ളത്? നീ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നുമല്ലോ നീ ഇതൊക്കെയാ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്നെന്ന്. അതേടി, എന്റെ അമ്മ നീ പറഞ്ഞ എല്ലാ ഫുഡും എനിക്ക് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. അല്ലാതെ നിന്നെ പോലെ അല്ല, ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ബ്ലഡി ഫുൾ. I don't want to live with you. I don't want to live with you either. Divorce. അച്ചോ, ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം. ആ ടോണി ആൻഡ് സേറ വരൂ. അത് ഇന്നലെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് ഡിവോഴ്സ് വേണമെന്നോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? അച്ഛാ, ഒരു ചായ പോലും ഇടാൻ അറിയാത്ത ഒരു പൊട്ടിയാണ് ഞാൻ കെട്ടിയത്. അച്ഛോ, കല്യാണം കഴിക്കാൻ ചായ ഇടാൻ അറിയണമെന്ന് എവിടെയാണ് എഴുതി വെച്ചേക്കുന്നത്? കണ്ടോ അച്ഛാ, ഇതാണ് ഇവളുടെ പ്രശ്നം. പക്ഷേ കല്യാണത്തിനിടയ്ക്ക് ഞാൻ ചോദിച്ചപ്പോൾ നീയല്ലേ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്നവരാണെന്നും വളരെ ഡീപ്ലി മനസ്സിലാക്കിയെന്നുമൊക്കെ? ടോണി ആൻഡ് സേറ, നിങ്ങൾ വിവാഹത്തിൻ്റെ ബാഹ്യമോടിയിൽ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. എന്നാൽ ക്രൈസ്തവ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമായ പ്രാർത്ഥനയ്ക്ക് ഒട്ടും പ്രാധാന്യം കൊടുത്തതുമില്ല. ശരിയല്ലേ? വിവാഹ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എന്നാൽ പരസ്പര സ്നേഹം, ക്ഷമ, ഡെഡിക്കേഷൻ ഇവയെല്ലാം ചേർന്നതാണ്. മക്കളെ, യു ജസ്റ്റ് സ്റ്റാർട്ടഡ് യുവർ ഫാമിലി ലൈഫ്. നിങ്ങൾ തിരുകുടുംബത്തെയാണ് മാതൃകയാക്കേണ്ടത്. പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചും ബഹുമാനിച്ചും പ്രാർത്ഥനയിൽ നിങ്ങൾ ഒന്നുകൂടി ജീവിതം നയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പാളിച്ച പറ്റിയത് ദൈവത്തിന് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കാത്തത് കൊണ്ടാണ്. ദൈവവചനം പറയുന്നത് പോലെ ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. ശരിയാണ് അച്ചോ, ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കല്യാണത്തിൻ്റെ മോടി കൂടുന്ന ബാഹ്യ കാര്യങ്ങളിലായിരുന്നു. പ്രാർത്ഥനയിലും കൂദാശകളിലും ഞങ്ങൾ ശ്രദ്ധ പുലർത്തിയില്ല. അതെ, കല്യാണത്തലേന്ന് പോലും ഞങ്ങൾ പള്ളിയിൽ വരുവാനോ മര്യാദയ്ക്കൊന്ന് പ്രാർത്ഥിക്കാനോ സമയം കണ്ടെത്തിയില്ല. We are going to lead a Christian family life from today onwards. Thank you, Father. We are going to live together. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. Wedding is not only about celebration, but God's glory and blessings. It's not about the external factors, but the love and purpose He has placed within us. With Christ at the center of our family life, we can look forward to a future filled with faith, hope, and love. Thank you all, and God bless you.